മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:20 മരണം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം ഇന്ന് തിരുവനന്തപുരത്തെ പഴയ AKG സെന്ററിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം തിരുവനന്തപുരത്തെ VSന്റെ വീട്ടിൽ പൊതുദർശനം. നാളെ രാവിലെ ദർബാർ ഹാളിലെ പൊതുദർശനത്തിനു ശേഷം ഉച്ചയ്ക്ക് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ആലപ്പുഴയിൽ വലിയ ചുടുകാട് ശ്മശാനത്തിലാണ് VSന് അന്ത്യവിശ്രമം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദന്റെ വേർപാടിൽ വേദന പങ്കുവച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനും പാർട്ടിക്കും നികത്താനാവാത്ത നഷ്ടമാണ് VSന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വേർപാടിൽ അനുശോചിച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ. VSന്റെ വേർപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തീരാ നഷ്ടമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചിച്ചു. സ്വതസിദ്ധമായ പ്രവർത്തന ശൈലിയുള്ള ജനങ്ങളുടെ സ്വീകാര്യത ആർജിച്ച പൊതുപ്രവർത്തനാണ് VS അച്യുതാനന്ദനെന്ന് വേണുഗോപാൽ അനുശോചിച്ചു. പത്തനംതിട്ടയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വീട്ടമ്മ മരിച്ചു. പത്തനംതിട്ട കൊടുമൺ 2ാം കുറ്റിയിലാണ് സംഭവം നടന്നത്. 48-കാരി ലീലയാണ് മരിച്ചത്. വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ലീലയെ കണ്ടെത്തിയത്. അമിതമായ ഗുളികകൾ കഴിച്ച് ഭർത്താവിനെയും മകനെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എയർ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി. മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറിയത്. കൊച്ചിയിൽ നിന്ന് എത്തിയ AI-2744 എന്ന വിമാനമാണ് ലാൻഡിങ്ങിന് തൊട്ടു പിന്നാലെ റൺവേയിൽ നിന്ന് തെന്നി നീങ്ങിയത്. നിമിഷപ്രിയയുടെ മോചനത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ സാമുവൽ ജെറോമിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഹത്താഫ് മഹദി. സാമുവൽ ജെറോം മധ്യസ്ഥത എന്ന പേരിൽ പണം കവർന്നെന്നും നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ സാമുവൽ ജെറോം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും അബ്ദുൾ ഹത്താഫ് മഹദി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. അറബിയിലുള്ള കുറിപ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്താണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഷാർജയിൽ മരിച്ച വിഭജിയുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. എംബാമിംഗ് നാളെ രാവിലെ 10 ഷാർജയിൽ നടക്കും. മൃതദേഹം നാളെ വൈകിട്ട് 5:40 വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുവരും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയെയും കുഞ്ഞിനെയും ഷാർജയിലെ അൽ നഹ്ദയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.